നിങ്ങളൊരു ബിസിനസ്സൊക്കെ തുടങ്ങി, അതിനുശേഷം GST രജിസ്ട്രേഷൻ എടുത്തു. അതിനുശേഷം നിങ്ങളൊരു ബിൽഡിങ്ങോ അല്ലെങ്കിൽ ഒരു ഓഫീസോ ഗോഡൗണോ മറ്റോ പണിയാണെന്ന് വിചാരിക്കുക. ആ ബിൽഡിങ്ങും ഓഫീസൊക്കെ പണിതതിൻ്റെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുമോ? ഹായ്, ഞാൻ മെൽവിൻ ജോസഫ്, ചാർട്ടേഡ് അക്കൗണ്ടന്റ്. സെക്ഷൻ 17(5) ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് എന്നൊരു സെക്ഷൻ ഉണ്ട് GSTയിൽ. അത് പ്രകാരം നമ്മളിപ്പോൾ കോൺട്രാക്ടറിൻ്റെ നിന്ന് സർവീസുകൾ സ്വീകരിക്കുകയാണ്. അതായത് ഇപ്പോൾ ഒരു ബിൽഡിംഗ് ഓഫീസൊക്കെ പണിയാൻ വേണ്ടിയിട്ട് സർവീസ് സ്വീകരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ബിൽഡിംഗ് പണിയാണ്, അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ സിമെൻറ്റ്, ടൈൽസ് അങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങും. അപ്പോൾ അതിൻ്റെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റും സെക്ഷൻ 17(5) പ്രകാരം ബ്ലോക്ക്ഡ് ക്രെഡിറ്റിൽ ആണ് ഉൾപ്പെടുന്നത്. ഇതിൽ തന്നെ വളരെ വ്യക്തമായിട്ട് വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. മെയിൻ കോൺട്രാക്ടർ സബ് കോൺട്രാക്ടർക്ക് ഒരു വർക്ക് അലോട്ട് ചെയ്യാണ്. അപ്പോൾ ആ സബ് കോൺട്രാക്ടർ ഈടാക്കിയ GST മെയിൻ കോൺട്രാക്ടർക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. മറ്റൊരു കാര്യം പറയുന്നത്, പ്ലാന്റ് ആൻഡ് മിഷനറി ആണെങ്കിൽ അതിൻ്റെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ബ്ലോക്ക്ഡ് അല്ല. അതായത് ഇപ്പോൾ നമ്മൾ മിഷനറീസ് വാങ്ങാണ്, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ റിപ്പയേഴ്സോ മറ്റൊക്കെ നമ്മുടെ ബിൽഡിങ്ങിന് നടത്തുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ റിപ്പയേഴ്സ് ക്യാപിറ്റലൈസ് ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യുമ്പോൾ അത് ബ്ലോക്ക്ഡ് ക്രെഡിറ്റിൽ ഉൾപ്പെടുന്നവയല്ല എന്ന് ഉറപ്പുവരുത്തുക. ഇതുപോലെയുള്ള ടാക്സ് ടിപ്സിനായി ഫോളോ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യും.